ഹലോ, ട്രാവൽ മോളിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഒരു സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. ഇന്ന് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോവാം. എയർപോർട്ടിൽ 2 പേരെ പോയി എടുക്കാണ്ട്, 2 കുഞ്ഞു കുട്ടികളെ പോയി എടുക്കണം. ഇപ്പോൾ സമയം ഇവിടെ 11:15. ഒരു 1:30 അവർ ലാൻഡ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ പപ്പയും അമ്മയും വരുന്നത്. അപ്പോൾ അവർ പിക്ക് ചെയ്യാൻ ഞങ്ങൾ പോകണമെന്നൊരു ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. സ്വീറ്റിയുണ്ട്. സ്വീറ്റിൽ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഉറങ്ങിയിട്ടില്ല പാവം. ഇന്ന് നല്ല പണിയായിരുന്നു. ഇന്ന് ഫുൾ കിച്ചണിൽ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ സ്വീറ്റിൻ്റെ ആയിരുന്നു. ഞാനിവിടെ കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഞാനായിരുന്നു. അല്ലടാ? നല്ല ക്ലൈമറ്റ് ആയിട്ടെന്ന്. നല്ല വെയിലാണ്. അത് കാരണം ഞാൻ ഈ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ജാടയാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, നമുക്കൊരു മനസ്സിലായി കാണുമല്ലോ. കാരണം വണ്ടി ഓടിക്കുന്ന എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം റോട്ടിൽ നിന്നുള്ള ചൂടും പിന്നെ ഫ്രണ്ടിൽ നിന്ന് ഗ്ലാസ് അടിക്കുന്ന ചൂടും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് വെച്ചാൽ ഒരു ആശ്വാസമാവുള്ളൂ. പോലടാ. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് എയർപോർട്ടിൽ പോയിട്ട് ഇങ്ങനെ പിക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അവിടുത്തെ കാര്യങ്ങൾ അറിയില്ല. അപ്പോൾ അറിയാവുന്നവരോട് ഞങ്ങൾ ചോദിച്ചായിരുന്നു എങ്ങനെയാണ് ടെർമിനൽ 3 പപ്പയും അമ്മയും വരുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ശരി. വെയിൽസ് മാറി ഇംഗ്ലണ്ടിലേക്ക് കിടന്നു. ഇനിയുണ്ട് കുറെ ദൂരം. 1:35 എത്തുന്നതാണ് ഇത് കാണിക്കുന്നത് നമ്മുടെ എയർപോർട്ടിൽ. വിശന്നിട്ട് വയ്യ. ഞങ്ങൾ പറ്റുവാണെങ്കിൽ നമ്മളെ മുന്നത്തെ ഒരു ലണ്ടൻ സീരീസ് വീഡിയോയിൽ നമ്മൾ സ്പൈസ് മിക്സ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ പോയിരുന്നു. ഒരു ധാബയാണ്, ഒരു പാകിസ്ഥാൻകാർ നടത്തുന്ന ഒരു ധാബ. ഞങ്ങൾ ചിലപ്പോൾ അവിടെ നിന്ന് കയറും. അവിടെ കണ്ട് എന്തെങ്കിലും ഞം മേടിക്കണം. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ചായയോ അല്ലെങ്കിൽ സ്നാക്സോ പറ്റണം പപ്പയ്ക്കും മമ്മിക്കും മേടിക്കണം. അവർ ഓൾറെഡി ഇപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടായിരിക്കണം എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾ ദുബായിലെത്തിയപ്പോൾ പപ്പനെ അമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പപ്പ കുറച്ച് ടയേർഡായി. കാരണം ഇന്നലെ തന്നെ ഉറക്കം റെഡി ആയിട്ടില്ല അവിടെ. അപ്പോൾ ഇന്നലെ തന്നെ കുറച്ച് ടയേർഡുണ്ട്. കുഴപ്പമില്ല, ഇവിടെ വരുമ്പോൾ ഞാൻ ചോദിച്ചു ടയേർഡായോ ഇവിടെ വരുമ്പോൾ നിങ്ങൾ കാണുമ്പോൾ ശരിയാവുന്നൊക്കെ പറഞ്ഞേക്കണേ. മമ്മിയും സന്തോഷമായിട്ടിരിക്കുന്നു. നല്ല എക്സൈറ്റ്മെന്റിലാണ് 2 പേരും. ഇപ്പം അത് കഴിഞ്ഞ് വീണ്ടും എയർപോർട്ടിൽ നിന്ന് വീണ്ടും ഒരു 2-2.5 മണിക്കൂർ യാത്രയുണ്ട്. ബ്ലോക്കൊന്നുമില്ലാതെ നമുക്ക് വീടെത്താൻ പറ്റുകയാണെങ്കിൽ സൗകര്യമായിരുന്നു. അല്ലടാ? യെസ്, ഞങ്ങളങ്ങനെ ഹീത്രൂ എത്തി. ഒരു 4 മിനിറ്റിനുള്ളിൽ ഞങ്ങളുടെ ധാബയിൽ കയറും. വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ് സ്വീറ്റ്. എന്നെ കടിച്ച് കയറാനുള്ള ദേഷ്യത്തില്. അതുകൊണ്ട് സ്വീറ്റിനെ കാണിക്കുന്നതല്ല, ഭക്ഷണം കഴിച്ചിട്ടുള്ള രൂപം മാത്രമേ കാണിക്കുന്നുള്ളൂ. എന്തായാലും അധികം ബ്ലോക്ക് ഒന്നുമില്ലാതെ നമുക്ക് വരാൻ സാധിച്ചു. സാധാരണ വീക്കെൻഡിലൊക്കെ ആകുമ്പോൾ ഈ ഭാഗത്തേക്ക് ബ്ലോക്കാണല്ലോ. ബ്ലോക്കൊന്നും കിട്ടിയില്ല. ഡ്രൈവർ സുഖു വിത്ത് മഞ്ഞ കണ്ണാടി വെച്ചാൽ എന്ത് സുഖമായിരുന്നു അറിയോ ഡ്രൈവ് ചെയ്യാൻ. ഇവിടെ നമ്മൾ അന്ന് ഇവിടെ വന്നിട്ട് താമസിച്ച ഓർമ്മയില്ലേ? റാഡിസണില്. ഓർമ്മയില്ലേ? വെൽക്കം ടു എമിറേറ്റ്സിന്റെ പരസ്യം. ഹലോ, നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടോ, ധാബയിലെത്തി. ധാബ ആദ്യം അവിടെയായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നിരുന്നത്. കണ്ടോ ആ സൈഡിൽ. അത് അവിടുന്ന് അവർ മാറ്റിയെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ആക്കി അവർ ധാബ, ഈ ഒരു ചെറിയൊരു കോർണറിലേക്ക്. എന്താ സംഭവം എന്ന് അറിയത്തില്ല. സംഭവം ഇവിടുന്ന് മെയിനായിട്ട് പോകുന്നത് ഇവരുടെ ഹോം ഡെലിവറി, അതുപോലെ ഹോട്ടലിലേക്ക് ഡെലിവറി ഇവർ. അങ്ങനെ ഡൈനിങ്ങിന് വളരെ കുറവാണ്. വളരെ കുറച്ച് പേർക്ക് അറിയത്തുള്ളൂ ഇതിനകത്ത് സംഭവത്തിൽ ഡൈനിങ്ങിനൊക്കെ ഉണ്ടെന്നുള്ളത്. സ്വീറ്റ് ടോയ്ലറ്റിൽ പോയേക്കാം. ഇതിനകത്ത് കയറാൻ അധികം സീറ്റിംഗ് കപ്പാസിറ്റി ഒന്നുമില്ല, വളരെ കുറവാണ്. നമുക്ക് നോക്കാം കേട്ടോ.
ചെറിയ മഴക്കാറൊക്കെ ഉണ്ട്. അവിടെ ഒരു സർവീസ് സ്റ്റേഷൻ, അതിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇതൊക്കെയാണ് ഇവിടെയുള്ള സംഭവങ്ങൾ. ചിക്കൻ ബിരിയാണി ഉണ്ട്. ഇപ്പം ഈ ചിക്കൻ കേട്ടോ, ചിക്കൻ കറി, ആ ചിക്കൻ കറിയുടെ വേറെ എന്താ കേട്ടാ റൊട്ടി നാൻ വഗൈറ. കൂട്ടത്തില് ഞാനൊരു ബിരിയാണി, സ്വീറ്റ് നാനും ചിക്കൻ കറിയും, പിന്നെ വെജ് എന്തായിരുന്നു വഴുതനങ്ങയും ഉരുളൻകിഴങ്ങ് കറി. വഴുതനങ്ങ ഉരുളക്കിഴങ്ങ് കറിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മമ്മിക്ക് എന്തെങ്കിലും ഇവിടുന്ന് മേടിച്ച് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ചായയും പിന്നെ സമൂസയുണ്ട്. ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കാൻ നോക്കാം. ഒരു 3 ഉണങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ അത് വേണ്ട, ഫ്രഷ് ആയിട്ട് തരാമെന്ന് പറഞ്ഞു. ഉഷാറായടാ കഴിക്കുമ്പോൾ ഇപ്പോഴല്ലേ, എന്നാലും പറഞ്ഞ കാര്യം സാധിച്ചു കഴിഞ്ഞപ്പോൾ ഉഷാറയല്ലേ. ആശ്വാസം. നമ്മൾ പറഞ്ഞ ഫുഡെല്ലാം വന്നു കേട്ടോ. ഇത് ചിക്കൻ കറി, ഇത് നാൻ. പ്ലേറ്റ് വേണ്ടേ? നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു പ്രിപ്പറേഷനാണ് ഇവിടുത്തെ ഫുഡ്. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. നിങ്ങൾ എയർപോർട്ടിൽ പോകുന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ മുന്നേ, അല്ല അരമണിക്കൂർ പോരാ, 1 മണിക്കൂർ മുന്നൊക്കെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്ന് പല ഭക്ഷണം വെച്ചാൽ നന്നായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ അതൊന്ന് ട്രൈ ചെയ്താൽ നല്ലതാണ്. കുറേ ഫെസിലിറ്റീസ് ഉണ്ട്. സാധാരണ ഇത് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അത്രയും സൗകര്യമില്ല. ലൈക്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു 1-1.5 ഫുഡായിരിക്കും. അടിപൊളി ഫുഡാണ്. നമ്മുടെ ചിക്കൻ ബിരിയാണി വന്നു, കുട്ടൻ്റെ ഫുഡും വന്നു. ഈ ക്ഷമയില്ലാത്ത ഫുഡ് റെഡിയാണ് ഞങ്ങൾ. ആവി പറക്കുന്ന ബിരിയാണിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഫുഡ് അടിപൊളിയാണ്. നല്ല ചായ പറഞ്ഞിട്ടുണ്ട് അടുത്ത്. നല്ല അടിപൊളി ചായയാണ്. ഫുഡെല്ലാം ക്ലീനാക്കി, പ്ലേറ്റെല്ലാം കണ്ടല്ലേ ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്തു. അതെന്തായാലും ഒരു 2-2.5 മണിക്കൂർ എടുക്കും അവരൊന്ന് പുറത്ത് വരാനടാ. ബാഗേജ് കളക്ഷൻ ഉണ്ട്. ഞാൻ അവന് പപ്പനമ്മിന് അവസാനം ഇറക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് ബാഗേജ് കളക്ട് ചെയ്ത് UK ബോർഡറിൽ ചെക്കിങ് കഴിഞ്ഞ് എല്ലാം ഇറങ്ങണ്ടേ. അത് 2 മണിക്കൂർ എന്തായാലും പ്രതീക്ഷിക്കാം. നോക്കാം, തിരക്ക് പോലെ ഇരിക്കും. ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്. ഇന്നലെ ഒന്നും ഉറങ്ങിയിട്ടില്ല. സ്വീറ്റിക്ക് നൈറ്റായിരുന്നു. ഞാനും ഉറങ്ങിയിട്ടില്ല. എൻ്റെ ക്ഷീണം തന്നെ എൻ്റെ മുഖത്ത്. ഉറങ്ങിയിട്ടില്ലല്ലോ. ഓർക്കണം ഈ സാക്രിഫൈസ് ഒക്കെ. നമ്മൾ വണ്ടി അങ്ങനെ ലെവൽ 3 പാർക്ക് ചെയ്തു. ഇവിടെ നമുക്കങ്ങനെ ഒരു സ്ലിപ്പ് കിട്ടി. ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ സാധാരണ നമ്മൾ സെൻറ്റ് ഡേവിഡ്സിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന പോലത്തെ ഒരു സ്ലിപ്പ് കിട്ടി. നമ്മളിത് എക്സിറ്റ് ചെയ്യുമ്പോൾ കാണിക്കണം. അപ്പോൾ നമുക്ക് എത്ര എമൗണ്ട് കാണിക്കും. ടെർമിനൽ 3 എവിടെയാണ് അവിടെ വന്നു. ഏകദേശം ഞങ്ങൾ മൊത്തത്തിൽ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടേ ടെർമിനൽ 3 നോക്കി നടക്കുക. ടെർമിനൽ 2-നുള്ളിൽ നടക്കുന്നത്. പക്ഷേ എക്സിറ്റ് ഒന്നും കാണാനില്ല എവിടെയാണെന്നുള്ളത്. അല്ല, ടെർമിനൽ 3 നോക്കണത് -1 ആണോ? ഓപ്പൺ ചെയ്തോ? തുറക്കില്ലത്. കുറേ ഡോറൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ. ഓ താങ്ക് ഗോഡ്. ശരി, നമ്മൾ ലിഫ്റ്റിൽ കയറാണെങ്കിൽ ഇവിടെ വന്ന് ഇറങ്ങിയാണ്. വർക്കിംഗില്ലല്ലേ? അവിടെ UK ബോർഡിൽ ചെറിയ ടെൻഷൻ അടിച്ചു. നമ്മൾ റിട്ടേൺ ടിക്കറ്റ് നമ്മൾ ഓൾറെഡി ക്യാബിൻ ബാഗിൽ വെച്ചിരുന്നത്. അത് പപ്പയുടെ ഓൾറെഡി ക്യാബിൻ ബാഗും ലഗേജ് ബാഗും ഓൾറെഡി അവർ ലഗേജിൽ വിട്ടു നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന്. അപ്പോൾ ഇവിടെ ഒന്ന് ചോദിച്ചപ്പോൾ റിട്ടേൺ ടിക്കറ്റ് കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു ചെറിയ ടെൻഷനായിരുന്നു. പക്ഷേ സോർട്ട് ഔട്ട് ആയി. എല്ലാം ഞങ്ങൾ സംസാരിച്ചു, സ്വീറ്റ് അവരോട് സംസാരിച്ചു. അത് ഓക്കെ. അപ്പോൾ ഞങ്ങൾ ചെറുതായി ടെൻഷൻ അടിച്ചു. നല്ല തിരക്കുണ്ടെന്നല്ലേ എയർപോർട്ടിൽ. നമുക്ക് അറിയത്തില്ലല്ലോ. ഫസ്റ്റ് ടൈം നമുക്ക് എന്തായാലും കൺഫ്യൂഷൻ ഉണ്ടാവും. ഞങ്ങളിന്ന് ഫുൾ തലതിരിഞ്ഞ പരിപാടിയായിരുന്നു. ടെർമിനൽ 2 പോയി പാർക്ക് ചെയ്ത് വണ്ടി ടെർമിനൽ 3 ഓടിക്കൊണ്ടിരിക്കുക. അവരെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി. അയ്യോ എടാ, ഞാൻ ഈ ടെർമിനലിൻ്റെ അറ്റത്ത് നമ്മൾ
അതെ, അറൈവൽ ബോർഡ് കാണാൻ പറഞ്ഞിട്ട് കുറേ നേരേ, പക്ഷെ എത്തുന്നില്ലേ കർത്താവേ. പപ്പയൊന്നും പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്. ഏകദേശം എത്താറായിട്ടോ. പേടിച്ചമ്മ പപ്പ എവിടെയാ? പപ്പ എവിടെ എവിടെ? ആ പപ്പ കരയിലാണ് കരയിലാണ്. ഗായ്സ്, അങ്ങനെ പപ്പയും മമ്മിയും ഞങ്ങൾ കണ്ടുമുട്ടിയത്. ഞങ്ങൾ വീൽ ചെയറിലാണ് രണ്ടുപേരും കൊണ്ടുപോണേ. ഒരെണ്ണം ട്രോളി ബാഗുണ്ട്, ഒരെണ്ണം 2 വീൽ ചെയർ. രണ്ടുപേരും നല്ല ടയേർഡിലാണ്, ഉറങ്ങിയിട്ടില്ല ഫ്ലൈറ്റിൽ. എന്തമ്മ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. ഇന്ന് പൊതുവെ തണുപ്പ് കുറവാമ്മ. ഇന്ന് നല്ല കാലാവസ്ഥയായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വെയിൽസിലോട്ട് വന്നു കേട്ടോ. ഇവിടെ വണ്ടിയിൽ നിന്ന് കുറച്ച് വർത്താനം കാര്യങ്ങളൊക്കെ ആയിരുന്നു പപ്പയും അമ്മയൊക്കെ ആയിട്ട്. നല്ല ടയേർഡാണ് അവർ. ഇന്നലെ രാത്രി അവിടെ നിന്നൊരു വീട്ടിൽ നിന്നൊരു 9:30 ഇറങ്ങിയതല്ലേ, അപ്പോൾ അതിൻ്റെതായ ക്ഷീണമൊക്കെ ഉണ്ട്. പപ്പ നല്ല ഉറക്കമായി. സ്വീറ്റ് വണ്ടി ഓടിക്കണേ. അപ്പോൾ ഞാനും മമ്മി ബാക്കിലിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതൊരു ഷോർട്ട് വീഡിയോ ആയിരുന്നു. പപ്പയും അമ്മയും വരുന്നതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എടുത്താൽ ഇനി അടുത്ത യാത്രകളൊക്കെ നമ്മൾ പപ്പയും അമ്മയ്ക്ക് ഒരുമിച്ചുള്ള യാത്രകളായിരിക്കും. അപ്പോൾ ആ വീഡിയോസ് നമുക്ക് കാണാം. എന്തായാലും വീഡിയോ ഇപ്പോൾ നിർത്തുന്നില്ല, ഞാൻ വീടെത്തി. എല്ലാവരും കൂടെ കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പം ഞങ്ങൾ ഇതേ ഒരു ടണലിലൂടെ കയറുന്നു. നമ്മൾ ഏകദേശം ഇവിടെ നിന്നൊരു ഹാഫ് ആൻ അവർ അല്ലടാ 25 മിനിറ്റ്സ് നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ വീടെത്തും. നമ്മളങ്ങനെ വീടെത്തി. വീടെത്തിയപ്പോൾ എല്ലാവരും നല്ല ഉഷാറായി കണ്ടല്ലേ. എൻ്റെ പപ്പയും അമ്മയും നമ്മൾ വാങ്ങിയ പുതിയ വീട്ടിലോട്ട് കയറാണ്. ഇറ്റ് ഷുഡ് ബി എ പ്രൗഡ് മൊമെന്റ് ഫോർ മീ ഓൾവേസ്. നല്ലൊരു കാലാവസ്ഥയായിരുന്നു കണ്ടല്ലേ, നല്ല അടിപൊളി ക്ലൈമറ്റാ. അപ്പൊ ടോയ്ലറ്റ് പൊക്കോ? കുഴപ്പമില്ല ടോയ്ലറ്റ് പൊക്കോ. പെട്ടി പൊട്ടിക്കൽ പരിപാടിയിലൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു വിധം പെട്ടിയൊക്കെ ഞങ്ങൾ കാര്യമാക്കി. ഒരു പെട്ടിക്കകത്ത് ഞങ്ങൾ കുറച്ച് അച്ചാറ് കൊണ്ടുണ്ടായിരുന്നു, അത് കുറച്ച് ലീക്കായി. പിന്നെ ഇവിടെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ പപ്പ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. പപ്പേ ഞാൻ പപ്പോട് ചോദിച്ചു കഴിഞ്ഞാൽ പപ്പ പറയും, അയ്യോ യാത്രയെ പറ്റിപ്പോ ഒന്നും മിണ്ടരുതെന്ന് പറയും പപ്പ. എന്തായാലും പപ്പ ഒന്ന് കുളിച്ചൊക്കെ ഫ്രഷായി. മമ്മി കുളിക്കാൻ പോയി. അപ്പോൾ അങ്ങാണ് വിശേഷങ്ങൾ. വേറെ എന്തെങ്കിലും സഖാവെ പറയാനുണ്ടാവും? അവിടെയും ഒരാൾ ടയർഡാ. ഞങ്ങള് സത്യത്തില് ആരും ഉറങ്ങിയിട്ടില്ല. കാരണം പപ്പ വരേണ്ട എക്സൈറ്റ്മെന്റിലൊക്കെ ഞങ്ങൾ ഇരുന്ന് ഞാനങ്ങനെ ആയിരുന്നു. ശരിയായിട്ടായിരുന്നു. പപ്പയമ്മ യാത്രയുടെ തിരക്കിലായിരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ കൂടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത് സ്മോൾ വീഡിയോ ആയിരുന്നു. പപ്പ മമ്മി വരുന്നതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പം ഇനി അടുത്ത യാത്രകളൊക്കെ നമ്മൾ പപ്പയുടെ അമ്മയുടെ കൂടെ ആയിരിക്കും. അപ്പോൾ അതുവരെയ്ക്കും നമുക്ക് കാണാം. ടാറ്റാ ബൈ.